ഇവൻ എങ്ങനാ തന്റെ അനന്തരവനായത്? അതിപ്പോ എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണല്ലോ. അതിലേതെങ്കിലും ഒരു സഹോദരിയുടെ മകനായിരിക്കുമല്ലോ ഇവൻ. ആ വകയില് ഇവൻ എന്റെ അനന്തരവനാവൂലേ? ഇന്ത്യയിൽ എങ്ങനെയാണ്, പഞ്ചാബിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ സമയത്താണ് അയാൾ അഗസ്തികൂടം പൊക്കിക്കൊണ്ടുവന്നത്. അഗസ്തികൂടല്ല, അസ്ഥികൂടം. എന്തുകൂടാവട്ടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ നമ്മുടെ ചാനൽ ലൊക്കേഷൻ റിവീലിംഗ് വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ലൊക്കേഷൻസിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് വഴിയെ പറയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചോറ്റാനിക്കരയാണ്. നമ്മളിന്നൊരു കുളം കാണാനാണ് പോകുന്നത്. ഈ കുളം നമ്മൾ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഹനീഫിക്ക അസ്ഥികൂടം പൊക്കിയെടുക്കുന്ന കുളം. ഈ കുളം സ്ഥിതി ചെയ്യുന്നത് തൃപ്പൂണിത്തുറക്കടുത്ത് ഇരുമ്പനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഉദയകൃഷ്ണ CBK തോമസിന്റെ തിരക്കഥയിൽ ഷാഫി സാർ സംവിധാനം ചെയ്ത ഒരു മുഴുനീള കോമഡി റൊമാൻറ്റിക് ചിത്രമാണ് പുലിവാൽ കല്യാണം. 2003 ഡിസംബറിലാണ് ഈ ചിത്രം തിയേറ്ററുകളിലെത്തിയത്. മലയാള സിനിമയിലെ ചിരിയുടെ തമ്പുരാക്കന്മാർ ഒന്നിച്ച ചിത്രം കൂടിയാണിത്. ജഗതി ശ്രീകുമാർ, കൊച്ചിൻ ഹനീഫ, ഹരിശ്രീ അശോകൻ, സലിംകുമാർ എന്നിവരുടെ ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഹനീഫിക്കയുടെ വെർബൽ കോമഡിയും മാനറസവും ഈ ചിത്രത്തിലെ ഹ്യൂമറിന്റെ റേഞ്ച് തന്നെ മാറ്റുന്നുണ്ട്. നമ്മളപ്പോൾ ഇരുമ്പനം പാലത്തിന് സമീപമെത്തി. ഈ പാലത്തിന് താഴെയായിട്ടാണ് നമ്മുടെ ഹനീഫിക്ക അസ്ഥികൂടം പൊക്കിയെടുക്കുന്ന ആ ഒരു കുളം. അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. എൻ്റെ മുന്നിൽ കാണുന്നതാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കാക്കനാട് ആലുവയ്ക്ക് പോകാം. ഈ ഒരു പാലത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ കുളം കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നതാണ് നമ്മുടെ ധർമ്മേന്ദ്ര അഗസ്തികൂടം പൊക്കിയെടുത്ത കുളം. അങ്ങോട്ട് പോകാം. അപ്പോൾ പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത ആ രംഗം ചിത്രീകരിച്ച കുളത്തിന് സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ധർമ്മേന്ദ്ര അസ്ഥികൂടം പൊക്കിയെടുത്ത ആ ഒരു കുളം. ഈ കുളത്തിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. ഇരുമ്പനം പാലത്തിന് സമീപത്തുള്ള ഈ ചെറിയ വഴിയിലൂടെ നമുക്ക് കുളത്തിനടുത്തേക്ക് പോകാം. മൂർത്താട്ടിൽ എന്നാണ് ഈ കുളത്തിൻ്റെ പേര്. തൃപ്പൂണിത്തുറ നഗരസഭയുടെ സംരക്ഷണത്തിലാണ് ഈ മൂർത്താട്ടിൽ കുളം. കുളത്തിന് സമീപം ഫയർഫോഴ്സിന് ഒരു വാർണിംഗ് നോട്ടീസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സീൻ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ജയേട്ടൻ ബൈക്കിലൂടെ വരുന്നതാണ്. അത് ഈ പാലത്തിന് സമീപത്തുള്ള ഈ വഴിയിൽ കൂടിയാണ്. നമുക്ക് ആ ഒരു ഫ്രെയിമിൽ ഈ പാലമൊക്കെ കാണാം. കാർ റിവേഴ്സ് എടുക്കുമ്പോഴുള്ള ഫ്രെയിമിൽ ആ ഒരു ബിൽഡിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് ഹരിശ്രേഷൻ ചേട്ടനും ജയേട്ടനും ബൈക്ക് വെട്ടിച്ച് നേരെ കുളത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഹരിശ്രേഷൻ ചേട്ടൻ മുങ്ങിപ്പൊങ്ങി വരുന്നതിന് മുമ്പാണ് തന്നെ ജയേട്ടൻ ബൈക്കെടുത്ത് കാർ ചേസ് ചെയ്ത് പോകും. ഹരിശ്രേഷൻ ചേട്ടൻ കുളത്തിൽ കിടന്ന് ഹരീഷ്ണ ഹരീഷ്ണ എന്ന് വിളിക്കുമ്പോഴാണ് നമ്മുടെ ധർമ്മേന്ദ്രയും മണവാളനും ടാക്സിയിൽ വരുന്നത്. എനിക്ക് കാശ് തരാനുള്ള ആൾ വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞ സലീമേട്ടൻ നെഞ്ചത്തിരിച്ച് കരഞ്ഞു വരുന്നത് ഈ കുളത്തിന് സമീപത്തുള്ള ഇപ്പുറത്തെ ഈ വഴി കൂടിയാണ്. നേരത്തെ കാറ് വന്നത് ആ ഒരു വഴിയിൽ കൂടെയും, പക്ഷേ നെഞ്ചത്തടിച്ച് കരഞ്ഞു വരുന്നത് ഈ ഒരു വഴിയിൽ കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ ഒരു ട്രാക്കൊക്കെ നമുക്ക് കാണാം. വെള്ളത്തിൽ പോയാ നിന്ന് കരയാതെ കക്ഷിയെ രക്ഷപ്പെടുത്താൻ നോക്ക്, അല്ലെങ്കിൽ ടാക്സിയുടെ വെയിറ്റിംഗ് ചാർജ് കൂടി പറഞ്ഞേക്കാം. നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിൽ ചാടുന്ന പ്രശ്നമില്ല. നീന്തൽ പഠിക്കാതെ ഞാൻ വെള്ളത്തിലിറങ്ങില്ലെന്നും പറഞ്ഞ് നമ്മുടെ ഹനീഫിക്ക ചാരി നിൽക്കുന്ന ആ ഒരു കൈവീരിയാണിത്. ഞാൻ ഈ വെള്ളത്തിൽ കിടക്കണോണ്ട് കാശ് കണ്ടിട്ടാ തന്റെ ടാക്സി വിളിച്ച് വന്നത്. തന്റെ ടാക്സി ചാർജ് വെയിറ്റ് ചാർജ് വേണം സാറോ. ഗണപതി പപ്പ മോറിയ ഗണപതി പപ്പ അല്ലെങ്കിൽ അത് വേണ്ട. സ്വാമിയേ ശരണമയ്യപ്പ. വല്ല തുമ്പം കിട്ടിയാ? തുമ്പല്ല സാബ്,
ഫുള്ളും കിട്ടി. Skeleton. പിന്നീട് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഹരികൃഷ്ണന് വേണ്ടി തിരച്ചിൽ നടത്തുന്ന രംഗങ്ങളൊക്കെ ഈ ഒരു ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു രംഗം ചിത്രീകരിച്ചിട്ട് 18 വർഷം കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെതായ ഒരു മാറ്റങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്തിന് വന്നിട്ടുണ്ട്. സാക്കളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഈ ഒരു കുളത്തിന് സംരക്ഷണ ഭിത്തിയൊക്കെ നൽകി വളരെ വൃത്തിയോടുകൂടിയാണ് നഗരസഭ ഈ കുളം പരിപാലിക്കുന്നത്. നമ്മുടെ വീഡിയോ സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. അത് ഹനീഫയ്ക്കുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ്. നമുക്കറിയാം ക്യാരക്ടർ റോളാണെങ്കിലും ഹ്യൂമർസ് റോളാണെങ്കിലും അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്യും. പക്ഷേ ഹ്യൂമർസ് റോൾ ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചില മറുപടികളും മാനർസങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിയുണർത്തുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെട്ടം എന്ന ചിത്രത്തിൽ അദ്ദേഹം ആ ഹോട്ടലിന് മേളിൽ നിന്ന് താഴേക്ക് വീണ ശേഷം അവിടെ കിടക്കുന്ന പത്രം എടുത്തിട്ട് അസംബ്ലി പിരിച്ചുവിട്ടു എന്ന് പറയുന്നു. അതല്ലാതെ തിളക്കം എന്ന ചിത്രത്തിൽ ആ ചന്തയിൽ വെച്ചുള്ള ഫൈറ്റ് സീനിൽ നെടുപിടിച്ചാട്ടം വന്നിട്ട് ഭാസ്കര എന്ന് വിളിക്കുമ്പോൾ പ്രസൻസ് സാർ എന്ന് പറയുന്ന മറുപടിയുമെല്ലാം നമ്മൾ ഒരുപാട് ചിരി ഉണർത്തും. ഇത്രയധികം നമ്മളെ ചിരിപ്പിക്കുന്ന ഈ ഒരു കലാകാരനാണ് വാത്സല്യം പോലുള്ള സീരിയസ് സബ്ജക്റ്റിലുള്ള സിനിമ എടുത്തെന്ന് ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ഇഷ്ടവും ബഹുമാനവും നമുക്ക് കൂടി വരും. അകാലത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ ആ വലിയ കലാകാരനെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.